കഴിഞ്ഞ 3 ഇലക്ഷനിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കൺവെൻഷനിൽ ഇത്രയധികം ആൾക്കാരെ കാണുന്നതിൽ ആദ്യമായി. ഞാൻ എന്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വാക്കുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്റെ എല്ലാ ആശങ്കകളും നീങ്ങിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ജനങ്ങൾ നമ്മളെ, എന്നെ മാത്രമല്ല നമ്മളെല്ലാവരെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുമെന്നതിൽ ഒരു തർക്കമില്ലാതെ കഴിഞ്ഞ 9.5 വർഷക്കാലം മങ്കട മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോഴൊക്കെ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് മത്സരിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആ മണ്ഡലത്തിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ പ്രാരംഭ സംഗതികൾ, അതായത് വെള്ളം വേണം, വെളിച്ചം വേണം, വഴി വേണം, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, ആശുപത്രികൾ വേണം. ഈ 5 കാര്യങ്ങളിലാണ് എന്റെ ശ്രദ്ധ മുഴുവൻ ഊന്നിയതും. കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഫണ്ട് കൊണ്ടുവന്ന് മങ്കട മണ്ഡലത്തിലെ ഈ മേഖലകളിൽ വളരെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ മങ്കട മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ടായി. എല്ലാ ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി അവിടെയുള്ള എല്ലാവരുടെ ഹൃദയങ്ങളിലും ഒരു ചെറിയൊരു ഭാഗം എനിക്കായിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങളോട് ചെയ്തവിടെ വിശദീകരിച്ച് എല്ലാ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ആ സമയത്താണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇവിടെ മത്സരിക്കണമെന്ന് സൂഫിയാക്കിയും അതുപോലെ തന്നെ അമീർ സാഹിബും സേതുവേട്ടനും ഇവിടെയുള്ള വസലും മറ്റുള്ള എല്ലാ നേതാക്കന്മാരും കൂടി ഒന്നടങ്കം വന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, മങ്കടക്കാരെ വിട്ടു പോരാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അവിടുത്തെ ആൾക്കാരുമായിട്ട് വളരെ വലിയൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലേക്ക് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ മങ്കടക്കാരും സമ്മതിക്കില്ല എന്നായിരുന്നു ഞാൻ അവരോട് ആദ്യം പറഞ്ഞത്. പക്ഷെ അവരോട് പറഞ്ഞത് ആലോചിക്കുക, ഒന്നുകൂടി ആലോചിക്കുക. ഞാൻ അന്ന് രാത്രി ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ആലോചിച്ചു. പെരിന്തൽമണ്ണ മണ്ഡലം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെ ധാരാളം കാര്യങ്ങളിൽ ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ അങ്ങാടിയാണ്, കോസ്മോപൊളിറ്റൻ ടൗണാണ്. പക്ഷെ ഇവിടെയാണെങ്കിലോ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് 4-5 വർഷത്തിനുള്ളിൽ നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ അലീഗഡ് യൂണിവേഴ്സിറ്റി വന്നു. വരുന്നൊരു 4-5 വർഷത്തിനിടയിൽ 10,000-കണക്കിന് ആൾക്കാരായിരിക്കും ഇവിടെ താമസത്തിന് വരിക, ജോലിക്കാരായിട്ട്, വിദ്യാർത്ഥികളായി. ഇതിനിടയിൽ ഞാൻ നമ്മുടെ ഏലംകുളം പഞ്ചായത്തിലൊന്ന് പോയി. ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കമ്മിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോ ഏലംകുളം പഞ്ചായത്തിലൊന്ന് പോയി. അത് EMSന്റെ ജന്മനാടാണ്. ആ പഞ്ചായത്തിലൊക്കെ ഞാൻ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അതിന്റെ ഉൾഭാഗത്തേക്കൊക്കെ കയറി ചെല്ലുന്നത്. പക്ഷേ ആ പഞ്ചായത്ത് കണ്ടപ്പോഴേ എനിക്ക് ശരിക്കും എന്താ ഹൃദയം തന്നെ പൊട്ടിപ്പോയി, വിങ്ങിപ്പോയി. EMSന്റെ നാട് കുറെ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്. പക്ഷെ ആ അവിടുത്തെ റോഡിലൂടെ അത്രയും നമ്മുടെ സരസമായിട്ട് പറഞ്ഞു, മൂക്കുകൂടിയും ഇതിനെവിടേക്കൊക്കെ പിന്നെ പൊടി വരുന്നതെന്നാണ് ഞാൻ പറയുന്നില്ല. ആ ഒരു രീതിയിലൊരു പഞ്ചായത്തിന്റെ ഒരു ഭരണം, ഇതാണ് CPMന്റെ കയ്യിൽ ഭരണം കിട്ടിയ അവർക്ക് ഭരിക്കാൻ അറിയില്ല, അവർക്ക് പ്രതിപക്ഷത്ത് മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ, അല്ലെ അതാണ് നല്ലതെന്ന് ഈ ഏലംകുളം പഞ്ചായത്ത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ കഴിയും. ഇവിടെ മുനിസിപ്പാലിറ്റി സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ദൂരൊന്നും പോകണ്ട, നിങ്ങൾ ഇവിടുന്നാണ് നടന്ന 4 കുടിയിടത്തേക്കാണ് പോകുമ്പോൾ സൈഡിൽ കൂടി നടന്നിട്ടുണ്ടെങ്കിൽ എത്ര സ്ഥലത്തിന് തട്ടിത്തെറിച്ച് വീഴും. ഞാൻ തന്നെ വോട്ടെ പറ്റിച്ച് പോയപ്പോ ഞാൻ വീണില്ല, കാരണം ആൾക്കാരെന്നെ പിടിച്ചു. അമീറിന്റെ മാസം 2-3 ആഴ്ച വീഴാൻ പോയി. ഇതാണ് ഇവർ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ. ഇവിടെ വരുമാനം, ഇവിടെ 4 തിയേറ്റർ ഉണ്ട്, ഇഷ്ടം പോലെ വരുമാനമുണ്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ അങ്ങാടിയാണ്. ഇവിടെയാണ് വികസനങ്ങൾ വേണ്ടത്. പക്ഷെ ഇപ്പോഴും ഇത് ഒരു 10-20 കൊല്ലം പിന്നിലുള്ള വല്ല അങ്ങാടിമാരിയാണ് പെരിന്തൽമണ്ണ അങ്ങാടി ഇപ്പോഴും. ഈ സംഗതിയൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി, ഇവരോട് പ്രത്യേകിച്ച് നേതാക്കന്മാർ പറഞ്ഞതാണ്, ഇവിടെ നമുക്ക് കുറേയധികം വികസനങ്ങൾ കൊണ്ടുവരണം, ഈ അങ്ങാടി നമുക്ക് മാറ്റിമറിക്കണം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മറ്റുള്ള പഞ്ചായത്തുകൾ, 5-6 പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിലൊക്കെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട്, അവർക്ക് കുടിവെള്ളം എത്തിക്കണം,
നിങ്ങൾ മങ്കടയിൽ ചെയ്തതുപോലെ അവർക്ക് കുടിവെള്ളം എത്തിക്കണം, അവർക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കണം, അവിടെയുള്ള ചെറിയ ചെറിയ റോഡുകൾ നമുക്ക് വീതി കൂട്ടണം, വലുതാക്കണം, ടാർ ചെയ്യണം, ആശുപത്രികൾ ഉണ്ടാക്കണം. ഇവിടെ അമീൻ സാഹിബ് പറഞ്ഞു നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി. അവിടെ എത്ര രോഗികളാണ് വരുന്നത്, പാവപ്പെട്ട ആൾക്കാരല്ലേ ഇതേപോലുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് വരിക. എന്ത് സൗകര്യമാണ് അവിടെ സാധാരണക്കാരായ രോഗികൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ സംഗതികളൊക്കെ നമുക്ക് മാറ്റിമറിക്കണം. അപ്പൊ അത് ഞാൻ ഇങ്ങനെ കിടന്ന് ആലോചിച്ചപ്പോ ഒരിക്കലും സംഗതി തോന്നി, എന്നെ കൊണ്ട് വല്ലതും പെരിന്തൽമണ്ണ മണ്ഡലത്തിന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. അത് ഞാൻ തീരുമാനം അന്ന് തന്നെ എന്റെ നേതാക്കന്മാരെ അറിയിച്ചു. ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ഇടയില് ഞങ്ങൾ ഈ മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി കൺവെൻഷനുകളിൽ പങ്കെടുത്തു. എനിക്ക് ഒരു സംശയവുമില്ല, ജനങ്ങളുടെ ആവേശം കാണുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികളുടെ പ്രവർത്തന രീതി കാണുമ്പോൾ, അവരുടെ ആവേശം കാണുമ്പോൾ, അവരുടെ വാത്സല്യം കാണുമ്പോൾ ഒരു സംശയവുമില്ല, പെരിന്തൽമണ്ണയിൽ ഈ പ്രാവശ്യം UDF വിജയ പതാക പാർപ്പിക്കുന്നതിന് സംശയമില്ല. അത് ചെറിയ ഭൂരിപക്ഷത്തിനൊന്നല്ല, എന്റെ ആ കംപ്ലീറ്റിൽ ആ ടെൻഷൻ എല്ലാം മാറിയിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് LDF സ്ഥാനാർത്ഥി എത്ര വോട്ടിനാണ് വിജയിച്ചത്, അതിനെക്കാട്ടിലും ഒരു വോട്ട് കൂടുതൽ ഭൂരിപക്ഷത്തിന് ഈ പ്രാവശ്യം ഇവിടുന്ന് നമുക്ക് വിജയിക്കാൻ കഴിയും. അതിനൊരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ പെരിന്തൽമണ്ണ മണ്ഡലം കുറേയധികം മാറ്റങ്ങൾ നമുക്ക് വരുത്തണം. കേരളത്തിൽ തന്നെ എണ്ണപ്പെട്ട ഒരു ടൗണാണിത്. ഇതിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം. ഇനിയും കുറേയധികം കാര്യങ്ങൾ അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ അങ്ങാടിയെ, ഈ പ്രദേശത്തെ, ഈ മണ്ഡലത്തെ, ഇതിലുള്ള 6 പഞ്ചായത്തിനെ വികസിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഏർപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും വളരെ വലിയ പ്രവർത്തനത്തോടു കൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളൊക്കെ സംഭരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ബഹുമാനപ്പെട്ട അലി സാഹിബിന് മത്സരത്തിന് വേണ്ടി കെട്ടിവെക്കാൻ